വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഹാൻ ആൻഡ് ഫ്രണ്ട്സ് വ്ലോഗ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പോൾ ഇതെന്താണെന്ന് ഞാൻ പറയാം ഗൈസ്. ഇതിൻ്റെ ഉള്ള നമ്മൾ കുറേ പേപ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അതിലൊരു സ്റ്റാർ ഉണ്ടാകും, നോ സ്റ്റാർ എന്നുണ്ടാകും. നോ സ്റ്റാർ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഒരു പണിഷ്മെൻറ്റ് അവർക്ക് കൊടുക്കണം നമ്മൾ പറഞ്ഞത്. പിന്നെ സ്റ്റാർ എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യേണ്ട ഫ്രീ. അപ്പം പിന്നെ നമുക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ്സും ഉണ്ട്, അവർക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ്സും ഉണ്ട്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഐശ്വര്യമായിട്ട് നമ്മുടെ മുത്താണ് എടുക്കുന്നത്. മുത്താണ് എടുക്കട്ടെ ഗൈസ്. ഞാൻ പിടിക്കാം. മുത്താണ് കേട്ടോ ഗൈസ് എടുക്കുന്നേ. എടുത്താടാ, നീ വായിച്ചടാ. മുത്ത് ഫ്രീ ആയി. മുത്തിന് ഒരു പണിയും ചെയ്യണ്ടേ ഗൈസ്. ഈ സ്റ്റാർ തന്നെ തിരിച്ചു വെച്ചോ. ഇല്ല സ്റ്റാർ അവിടെ വെക്കണം. സ്റ്റാർ തിരിച്ചു വെക്കലില്ല. അതവിടെ വെച്ചോ. അതങ്ങോട്ട് കളഞ്ഞോ. ഞാൻ കളഞ്ഞിട്ട് ഗൈസ് അടുത്ത ഐശ്വര്യമായിട്ട് ഞാനാണ്. അതെ ഗൈസ്, റെഹാനാണ് എടുക്കുന്നത്. എന്താടാ എന്താ പറയാ? എന്താ ഡോണ്ട് ടേക്ക് നെക്സ്റ്റ് ഗെയിം. അടുത്ത ഗെയിമിന് അവനെ എടുക്കണ്ട. ഓ ഭാഗ്യൻ, അടുത്ത കളി നിനക്ക് എടുക്കണ്ട. അവൻ എടുക്കണ്ട. പക്ഷേ ഇനി ഗൈസ് അവൻ ഞാനാണ് എടുക്കാൻ പോകുന്നത്. ഐശ്വര്യമായിട്ട് നമ്മുടെ അപ്പു എടുത്തോട്ടെ. ഞാൻ എടുക്കട്ടെ. ഞാൻ താഴെ വേണത് തന്നെ എടുത്ത് പറ്റ. എന്താ കിക്ക് ഇൻ ലെഗ് ഗൈസ്. ശരിയാ, കിക്ക് ഇൻ ലെഗ് ഗൈസ്. മുത്ത് ചെയ്യട്ടെ. ഞാനാ തീരുമാനിക്കണം ആരാ ചെയ്യേണ്ടത്. നല്ലതും എടുത്തു കഴിച്ചു ഐശ്വര്യമായിട്ട്. പിന്നെ നമ്മുടെ അടുത്തെടുക്കാൻ പോണേ മുത്താണ് ഗൈസ്. മുത്താട്ട എടുക്കാൻ പോന്നേ. മുത്ത ഐശ്വര്യമായിട്ട് എടുത്തോളൂ. നോ സ്റ്റാർ ഗൈസ്. എടാ മുത്തേ, ഞങ്ങൾ പറയുന്ന ഒരു പണിയാണ്. ഞങ്ങൾ എന്റെ കാലിലിട്ട് അടിക്കും ഗൈസ്. ഞാൻ റിവെഞ്ച് എടുത്ത് മുത്ത ഇവിടെ കിടന്ന് ഗൈസ്. മുത്ത ഇവിടെ വീണ് കേട്ടോ. ഞാൻ ഒറ്റടി ചവിട്ടി മുത്തവിടെ വീണ് ഗൈസ്. ഓക്കെ, അടുത്തത് എനിക്ക് കളിയില്ലല്ലോ ഗൈസ്. ഇവന് കളിയില്ല. അടുത്തത് ഞാനായിട്ട് എടുക്കാൻ പോന്നേ. ഓക്കെ, എടുക്കണേ. വീണിട്ടുണ്ട് ഗൈസ്. ടേക്ക് പുഷ് അപ്പ്. 20 പുഷ് അപ്പ് ഗൈസ്. ഒരു അണി കിട്ടി. കരാട്ടക്കാരനാണ്, അതുകൊണ്ട് പേടിക്കണ്ടല്ലോ. ഒന്നും കൂടെ ഉണ്ട്. 8 9 10 11 12 13 14 15 16 17 18 19 20. അങ്ങനെ ഗൈസ്, നമ്മളെ കരാട്ടക്കാരൻ ധോണിയും സേവിയറൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അങ്ങനെ ബ്ലൂ ബെൽറ്റ് അല്ലേ? അല്ല, ഗ്രീൻ ബെൽറ്റ്. ടൂർണമെന്റിലൊക്കെ ജയിച്ചതാണ്. അപ്പൊ അടുത്തത് എടുക്കാൻ പോണ നമ്മുടെ സ്വന്തം മുത്താണ്. മുത്ത എടുത്തോളൂ. വായിച്ചാടാ, വായിക്കണോട്ടാ. സ്ലാപ്പ് അപ്പു ഇൻ ലെഗ്. എന്റെ കാലിൽ മുത്തിന് അടിക്കണം. മുത്ത എന്റെ കാലിൽ ഇങ്ങനെ അടിക്കണം. നല്ല പവറിലോട്ട്. നീ ക്യാമറ അടിക്കും. കാണിച്ചോ. അവൻ വീട് കൈസ് ഒരു റിവെഞ്ച് കൊടുത്ത് ഇങ്ങനെ കാലിട്ട് അടിക്കണം. ഓക്കെ ഗൈസ്, കഴിയുമ്പോ നല്ലത് കൊടുത്തു ഗൈസ്, വേണ്ട കൊടുത്ത്. അപ്പൊ അടുത്തത് എടുക്കാൻ വേണം നമ്മുടെ സ്വന്തം റേസോനാണ് ഗൈസ്. പറ്റുവാണെങ്കിൽ എന്തെങ്കിലും റിവെഞ്ച് എടുക്കണം കേട്ടോ. ഇത് വേണ്ട. നമുക്ക് നോക്കാം അവൻ എന്തെടുക്കാൻ പോന്നേന്ന്. അവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ് ബ്രോ? കിക്കപ്പു. പയ്യേട്ടാ അടിക്കണം നോക്കടാ. ഞാൻ പറയണ സ്ഥലത്ത് അടിച്ചത്. ഇവിടെ അടിച്ചോ. അല്ല, ഇവിടെ അടിച്ചോ. ഗൈസ്. ഇവിടെ അടിച്ചോ. ഷൂസും അടിച്ചോ. അതില് ഷൂസ് ഇല്ല. ഷൂസ് ഉണ്ട്. എന്റെ ഇഷ്ടല്ലേ. കള്ളക്കളിയാണ്. എന്ത് കള്ളക്കളി? അത് എന്റെ ഇഷ്ടല്ലേ ഗൈസ്. ഇനി സ്വന്തം അപ്പുവാ. ഇനി ഞാനാണല്ലോ എടുക്കണേ. ഓക്കെ, അവൻ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്താ നോക്കാം. കിക്ക് അയാൻ വിത്ത് ബോൾ. മുത്തിനാണ് ഗൈസ് പണി ഇട്ടേക്കുന്നേ. അയാനെ മറ്റേ മുത്തിനെ ബോൾ വെച്ചിട്ട് ഞാൻ അടിക്കണം. അത് നീ അടിച്ചോ, ഞാൻ അടിക്കുന്നില്ല. ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പൊ മുത്തിനെ ബോളും വെച്ച് അടിക്കാൻ വേണം. മുത്തിനെ ബോളും വെച്ചാണ് അടിക്കേണ്ടത് ഗൈസ്.
കിക്ക് അയാൻ വിത്ത് ബോൾ. അത് നമ്മള് പാർട്ട് 2 ചെയ്യും. ഗൈസ് അത് നമ്മൾ ഇതിന്റെ പാർട്ട് 2 ചെയ്തോളാം ഗൈസ്, പണിഷ്മെന്റ് ആയിട്ട്. അതെ, അത് നാളെ എന്തായാലും നമ്മൾ നാളെ ചെയ്യുന്നത്, കാരണം എനിക്ക് മദ്രസ ഇല്ല ഗൈസ്. അപ്പൊ അടുത്ത നമ്മുടെ സ്വന്തം മുത്താണ് എടുക്കുന്നത്. മുത്ത എടുക്ക്. എന്താണ്? രണ്ടുപേരും കിക്ക് ചെയ്യണം. ഇതിൽ രണ്ടുപേരും കിക്ക് ചെയ്യണം. മുത്തിനെ നമ്മൾ രണ്ടുപേരും കിക്ക് ചെയ്യണം ഗൈസ്. മുത്തിനെ നമ്മൾ രണ്ടുപേരും കിക്ക് ചെയ്യണം. എവിടെ കിക്ക് ചെയ്യണ്ടേ? കാലിട്ട് കൊടുത്താൽ മതി. ഞാനല്ലേ ആദ്യം ഞാൻ. അത് നമ്മുടെ സ്വന്തം അപ്പുവാണ്. ഇവിടെ ഇവിടെ കളി അങ്ങോട്ട് മറന്നു വരുന്നു. ഇങ്ങോട്ട് കുറച്ചുകൂടെ അവൻ അടിക്കുവാണ്. അടിച്ചു അടുത്ത സ്വന്തം പടച്ചോ നല്ലത് തരട്ടെ. പടച്ചോ നല്ലത് തരണ്ട ഗൈസ്. ഒരു മിനിറ്റ്, എൻ്റെ കൈ ഇപ്പൊ മാറ്റാം. ഇത് വേണ്ട, മതി. എടുത്തോ പടച്ചോനെ, നല്ലത് കിട്ടിയത് കാണിക്കൂല. നോക്കട്ടെ, കാണിക്കേ. Same 5 players of PSG. 5 PSG പ്ലേയേഴ്സിനെ പറയണം. ഹക്കീമി, എംബാപ്പെ. ഇപ്പൊ ഉള്ളതും ഇല്ലാത്തതും പറയാം. കാണിച്ചാടാ. ഇപ്പൊ ഉള്ളതും പറയാം, ഇല്ലാത്തതും പറയാം. എംബാപ്പെ, ഹക്കീമി, കൊളോമാനെ, ഡെംബ്ലെ, ഒരെണ്ണം കൂടി. എടാ ഇല്ലാത്തതും പറയാം. PSG വന്നു പോയവർക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എന്ത് പുന്നക്കാര്യം. മെസ്സി സ്ലാട്ടൺ ഒന്നും പറഞ്ഞില്ലേ. സ്ലാട്ടൺ ഉണ്ട്. സ്ലാട്ടൺ PSG കളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ സ്വന്തം മുത്താണ് എടുക്കാൻ പോകുന്നത്. അല്ല, ഞാനാണ് എടുക്കാൻ പോകുന്നത്. ഞാനിട്ട സ്റ്റാർ തന്നെയാണ്. ഐ എം ഫ്രീ ഗൈസ്. സ്റ്റാറാണ്. ഇനി നമ്മുടെ എടുക്കാൻ പോകുന്നേ. മുത്തിന്റെ നോക്കിക്കോട്ടാ. സ്റ്റാർ ഗൈസ്. മുത്തിന് സ്റ്റാറാണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അടുത്ത നമ്മുടെ സ്വന്തം റെയ്ഹാനാണ് എടുക്കുന്നത്. അവൻ എന്താ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. എന്തുവാണ് അത്? ഞാൻ എഴുതിയതാണല്ലോ ഗൈസ്. ഞാൻ എഴുതിയ വലിയൊരു സ്റ്റാറാണ്. എനിക്ക് വലുതാന്ന് എനിക്ക് ഓർമ്മയുണ്ട് നീ എഴുതിയത്. ദാറ്റ് ഈസ് വൈബ്രോ ഗൈസ്. ചതിച്ചു ഗൈസ് അപ്പൂനെ. എന്നെ ചതിച്ച. അടുത്തത് ഞാനാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. പിടിച്ചോ, ഞാൻ എടുക്കട്ടെ. നല്ലത് കിട്ടൂല ഗൈസ്. അവൻ എന്തായാലും സേ വൺ തിങ് ഐ സേസ്. അവൻ പറയണ ഒരു കാര്യം. അല്ല, നീയാ പറയണ ഞങ്ങളുടെ അടുത്ത്. ഞാൻ പറയണ ഒരു കാര്യം ചെയ്യണം. ഞങ്ങളിൽ ഒരാള്. നീ ചെയ്തോ. എന്താടാ പറയാനൊന്നും പറയാ ഫുട്ബോൾസിലെ. അത് ഒരിക്കലും പറയരുത്. ഞാൻ പറയും. പറയലേടാ. മാഞ്ചസ്റ്റർ സിറ്റിയിലെ 10 പ്ലേയേഴ്സിന്റെ പേര് പറ. 10 പറ്റൂല. റാഷ്ഫോർഡ്, കസിമിറിയോ. മാഞ്ചസ്റ്റർ സിറ്റിയിലെ 5 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞോ. 5. കസിമിറിയോ. കസിമിറിയൊന്നും ഇല്ല. ഏതാ നീ പറയണേ? മാഞ്ചസ്റ്റർ. ഇത് പിന്നെ എളുപ്പമാണ്. ഫോർഡൻ, ഹാളൻഡ്, പിന്നെ ആരാ? ബ്രൂണോ. ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ സിൽവ. പിന്നെ ഒരാളും കൂടി ഉണ്ട്. മതി. ഇവന് അതറിയാം. പറയണ്ടായിരുന്നു ആ ക്ലബ്ബ്. അപ്പൊ അടുത്ത ഞാനാട്ടോ ഗൈസ് എടുക്കാൻ പോകുന്നേ. നമ്മുടെ സ്വന്തം അപ്പോണ്. ഇത് പണി കിട്ടണം അവന്. പണി കിട്ടില്ല തല കൊണ്ടിട്ട് ചുട്ടിക്കും. എനിക്ക് തോന്നി കുഞ്ഞു തോന്നി. ലാസ്റ്റ് ഒരെണ്ണം മുത്തിനും കൂടി ഉള്ളു ഗൈസ്. ഇത് മുത്തിന് കേട്ടോ. ഇനി മുത്താണ് എടുക്കാൻ പോകുന്നത്. മുത്തിന് സ്റ്റാർ ആണ്. ഇത് എന്റെ ആണ് ഗൈസ്. മുത്തിന് സ്റ്റാർ അല്ല ഗൈസ്. ഇത് ഞാൻ ഐ വിൽ സ്ലാപ്പ് അപ്പു ഹാൻഡ്. മുത്ത് എൻ്റെ കയ്യിൽ സ്ലാപ്പ്. മുത്ത് ഇത് കഴിഞ്ഞു. അത് കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇടിക്ക്. മുത്ത വേണ്ട. കഴിഞ്ഞു. അത്ര പറഞ്ഞൊന്നല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേരെ ഗൈസ്. അപ്പൊ ബൈ ബൈ.